തറക്കുള്ളൂ. ചങ്ങാതിമാരെ, വെള്ളിയാഴ്ച മിമ്പറും വന്ന് കേക്കലുണ്ടല്ലോ, വല്ലതും തറക്കലുണ്ടോ? ഉണ്ട്. എവിടെ? ചെവിയില്. ഉള്ള തറക്കലുണ്ടോ? ഇല്ല. എന്തേ തറക്കണം? അതിന് കിതാബ് അനുസരിച്ച് കുത്തുപാടത്തണം. കിതാബ് അനുസരിച്ച് കുത്തുപാടത്തണം. ഫത്തുൽ മുഈൻ അനുസരിച്ച്, മഹല്ലി അനുസരിച്ച് നടത്തണം. അപ്പോ കാന യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതി ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കലാകും. അപ്പോ ഖുർആൻ ഓതുക, അർത്ഥം പറയാ, ഇതിന്റെ ആശയം പറയാ. അപ്പൊ എന്താവും? എല്ലാവർക്കും മനസ്സിലാവും. കരച്ചിലിങ്ങനെ വരും, സന്തോഷം ഇങ്ങനെ വരും, ഗൗരവം വരും, വലിഞ്ഞു മുറുകും പേശികൾ. അപ്പോ പെരീ ചെന്നിട്ട് അതേമാതിരി ആക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, മക്കളെ ഇങ്ങനെ ഒന്ന് കേട്ടു, അങ്ങനെ ആക്കണം കേട്ടോ എന്നിങ്ങനെ പറയും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പർമെന്ന് പറയാണ്, നിങ്ങൾ ദാനം ചെയ്യണം. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ഇടുകയാണ്. ഇത് മിമ്പർമെന്ന് എന്ത് പറഞ്ഞാലും ഒന്നും ഇടൂല. കാരണം എന്താ? മനസ്സിലാവൂല. വയസ്സുലി അംരി, അല്ലാഹുവേ എന്റെ കാര്യം നീ എളുപ്പമാക്കണേ. വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി, എന്റെ നാവിന്റെ കെട്ട് നീ അരിക്കണേ. യഫ്ഖഹു ഖൗലി, ഞാൻ എന്താണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകാൻ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത് ഗോളടിക്കും, അത് പോസ്റ്റിൽ തന്നെ കൊള്ളും. ചില ആൾക്കാർ പ്രസംഗിച്ചാലോ പോസ്റ്റിന്റെ മേലെ കൂടെ ഒന്നായിട്ട് ദൂരെ ഭയങ്കര വേഗതയിലാണ് പോവും, എവിടെ എത്തൂല. കുറിക്ക് കൊള്ളണം. അതാണ് ബലാഗ എന്ന് പറയാ. സാഹിത്യം എന്ന് എന്താ? ഇനി അറബിയിൽ ബലാഗ എന്ന് പറയും. എന്താ ബലാഗ പറഞ്ഞാൽ? എത്തുന്നത്, എത്താത്തത് എന്നല്ല. മനസ്സിലാകുന്നുണ്ടോ? തലങ്ങനെ കുലുക്കും. അതാ. അതുകൊണ്ട് പച്ചയായ ഭാഷയിൽ ഇസ്ലാം അതിന്റെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാണെന്ത്? എന്താ പറയുന്നത്? ഫബശ്ശിർ ഇബാദ്, സൂറത്തു സുമർ 36-ാമത്തെ ആയത്ത്. എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കും. അല്ലദീന യസ്തമിഊനൽ